നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നതെങ്കിൽ അതൊരൊറ്റ പേരുള്ളൂ, മിസ്റ്റർ നബീൽ മുഹമ്മദ്. ഞാൻ അതേത്തെ വിളിക്കാൻ മാത്രം മതിയാ. ഇന്ന് ആലപ്പുഴ എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്തെടുത്ത അദ്ദേഹത്തിനെ കാണാൻ നിങ്ങൾക്ക് വെളിയിൽ കാണാൻ MG-യുടെ ഇലക്ട്രിക്കൽ വാഹനമാണ്, EV ആണ്. അതിൽ അദ്ദേഹത്തോടൊപ്പം എറണാകുളത്ത് ഇതുവരെ കടന്നു വന്ന് നമ്മളോടൊപ്പം ഈ ബിസിനസിലും ഈ ഒരു ഹാളിൽ പ്രശംസയായ നമ്മളെല്ലാം എന്താ പറയാ സാറിനൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അത് നമുക്കും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം മാഡം. അതിന്റെ പേര് നമ്മൾ ചോദിച്ചില്ല. നമ്മുടെ പ്രിയപ്പെട്ട സന്ന ബേഗമെടുത്തിന് നമ്മുടെ ഹൃദയമായ നന്ദി കടമകളുണ്ട്. അദ്ദേഹത്തിനെ ആദരിക്കാനായിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ച സാധനോ നമ്മുടെ സ്നേഹോഷ്മമായ ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുത്തതാണ്. അപ്പൊ എല്ലാ ലീഡേഴ്സും അവരുടെ സീറ്റിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ മൈക്ക് കൈമാറുകയാണ്. ഗുഡ് മോർണിംഗ്. ആദ്യമായി നിങ്ങളുടെ ബന്ധുവിൻ്റെ സുഹൃത്തുക്കളെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സംഘാടകരോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ബിസിനസ് അവസരം വളരെ എഫക്റ്റീവായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് കുമാർ സാറിനോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ അല്ലെ വിജയകരമായിട്ട് അദ്ദേഹം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ സന്തോഷകരമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ പ്രദീപ് കുമാർ സാർ നേരത്തെ അദ്ദേഹത്തിന്റെ GPS ഇവിടെ സൂചിപ്പിച്ചിരുന്നു. എന്തൊക്കെയാണത്? 1 നമ്മുടെ ഹെൽത്ത്, 2 വെൽത്ത്, 3 ടൈം ഫ്രീഡം. ഫ്രീഡം മാത്രമല്ല അല്ലെ, ഇത് സമയ സ്വാതന്ത്ര്യം. ഇത് 3 കൂടെ കൂടി ചേരുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹെൽത്ത് എന്ന് പറയുന്നതാണ് എന്താണ്? രോഗമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണോ ഹെൽത്ത് കൊണ്ടിരിക്കുന്നത്? അല്ല, ആരോഗ്യം എന്ന് പറയുന്നത് മലയാള വാക്കാണ്. രോഗമില്ലാത്ത അവസ്ഥ എന്നത് മാത്രമല്ല ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചനം അനുസരിച്ച് ഹെൽത്ത് അല്ലെങ്കിൽ വെൽനസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള സുസ്ഥിതിക്കാണ് ഇത് പറയുക ഹെൽത്ത് അല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുന്നത്. ഒരിക്കലും രോഗമില്ലാത്ത അവസ്ഥയല്ല. നമുക്കൊരു പക്ഷേ ഇത് രോഗമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമ്മൾ രോഗത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു രോഗം വരുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അദ്ദേഹം രോഗിയായിട്ട് മാറുന്നത്. അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു രീതി കൊണ്ടായിരിക്കും ആ വ്യക്തി രോഗിയായിട്ട് മാറുക, അല്ലെ? അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ രീതിയിലുമുള്ള ഒരു സുസ്ഥിതിയാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം വെൽനസ് എന്നുള്ളത് സൂചിപ്പിക്കും. നമ്മുടെ വെൽനസിന്റെ പേരെന്താണ്? എലമെന്റ്സ് വെൽനസ്, അല്ലെ? വെൽനസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരുപാട് പഴയ വാക്കല്ല, നമുക്ക് പുതിയ വാക്കാണ്. വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നമുക്ക് വെൽനസ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മെഡിസിൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വെൽനസ് എന്ന് മനസ്സിലാക്കുക. എന്താണ് മെഡിസിൻ? മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു രോഗം വന്നതിന് ശേഷം ആ രോഗത്തെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കുന്ന ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിലാണ് മെഡിസിൻസ് എന്ന് പറയുന്നത്. എന്നാൽ വെൽനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നേരെ ഓപ്പോസിറ്റ്, നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ആരോഗ്യം ബെറ്ററാക്കാൻ വേണ്ടി, രോഗത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത് വെൽനസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ രംഗത്തെ
ഏറ്റവും കൂടുതൽ മുൻനിരയിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെ കേരളം. കേരളത്തെ കമ്പയർ ചെയ്യുന്നത് വലിയ വികസിത രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം ഇന്ന് ആരോഗ്യത്തിൽ ഒരുപാട് മുമ്പിലാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടല്ലേ? ശരിയല്ലേ? അല്ലെ? ഇന്ന് ഓരോ ജംഗ്ഷനിലും ചെറിയ ചെറിയ ജംഗ്ഷനിലും ഒരുപാട് ഫാർമസികളും ലാബുകളും ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കുണ്ടായ പ്രയോജനം എന്താണ്? നമ്മുടെ രോഗികളുടെ എണ്ണം കുറഞ്ഞോ? ഇല്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? രോഗിയുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. അപ്പൊ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള ഹെൽത്ത് കെയർ കൊണ്ട് രോഗിയുടെ എണ്ണം കുറയ്ക്കാനല്ല, രോഗിയുടെ എണ്ണം കൂട്ടാൻ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിലെ ഹെൽത്ത് കെയർ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ പേരൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിൽ പ്രധാനപ്പെട്ട 2 കമ്പനികളാണ് KKR, ബ്ലാക്ക്സ്റ്റോൺ. കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ KKR അല്ലെങ്കിൽ ബ്ലാക്ക്സ്റ്റോൺ. ഈ കമ്പനികൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിലെ മുൻനിര ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 6250 കോടി രൂപയാണ്. ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? മലയാളികളെ സംബന്ധിച്ചോളം അവരെപ്പോഴും പോകുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇത് വളരെ തിരക്കാണല്ലേ? രോഗിയെ നമ്മുടെ നാട്ടിൽ കുറവായിരുന്നെങ്കിൽ ഈ തിരക്കുണ്ടാകുമായിരുന്നോ? രോഗിയുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിലവിലുള്ള ഹെൽത്ത് കെയർ യഥാർത്ഥത്തിൽ രോഗികളെ കുറയ്ക്കാനല്ല, കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 2 കമ്പനികളും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റു മേഖല ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അവർ പ്രധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ജങ്ക് ഫുഡ്സ്. KFC, മക്ഡൊണാൾഡ് അല്ലെ അതുപോലുള്ള കമ്പനികളിലാണ് ഈ KKR, ബ്ലാക്ക്സ്റ്റോൺ ആദ്യം ഇൻവെസ്റ്റ്